നമസ്കാരം. വയനാട്ടിലേക്കുള്ള രാഹുലിന്റെ വരവ് വൈകുന്നത് എന്തുകൊണ്ട്? വരവിന് വിഘാതം CPM ആണോ? സംശയിക്കാൻ സാഹചര്യമുണ്ട്. വയനാടൻ പോരാട്ടം ഇടതിന് എതിരാകും എന്ന വ്യാഖ്യാനം കൊണ്ടുവരാനുള്ള നീക്കം ഡൽഹിയിൽ സജീവമാണ്. ശരത് പവാറിനെ മുൻനിർത്തി ഇടതു നേതാക്കളാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് കേൾവി. ഹൈക്കമാൻഡുമായി ബന്ധമുള്ള ഇടതു കേന്ദ്രങ്ങൾ ചരടുവലിക്കുന്നെന്ന വിവരം KPCCക്കുമുണ്ട്. അപ്പോൾ വരുത്താൻ KPCCയും വരാതിരിക്കാൻ CPM-ഉം വടംവലി നടത്തുകയാണോ? മിനിമം വരുമാനം ഉറപ്പാക്കുന്ന പ്രഖ്യാപനം നടത്തിയ രാഹുൽ ഗാന്ധി വയനാടിന്റെ കാര്യത്തിൽ മിനിമം ഉറപ്പ് പോലും നൽകാത്തത് ആരുടെ വരുമാനത്തെ ബാധിക്കും എന്ന ആശങ്ക കൊണ്ടാണ്. ഇനി ആ ചോദ്യത്തിന് കോൺഗ്രസ് അല്ല ഉത്തരം പറയേണ്ടത്, CPM നേതൃത്വമാണ്. കാരണം അവർക്കാണല്ലോ ആശങ്ക പിടിപെട്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ വോട്ടർമാരും മനസ്സിലാക്കണം. ബംഗാളിന്റെ കാര്യത്തിൽ കടുംപിടുത്തം നടത്തിയ കേരള നേതാക്കൾ വയനാടിന്റെ കാര്യത്തിൽ കാട്ടുന്ന വെപ്രാളം കാണുമ്പോൾ AKG ഭവനിൽ ഇരുന്ന് യെച്ചൂരി ഒച്ച വയ്ക്കാതെ ചിരിക്കുന്നുണ്ടാകും. രാഷ്ട്രീയ സംഘടനാ ബലമില്ലാത്ത ബംഗാളിൽ കോൺഗ്രസിന്റെ കൈപിടിച്ചു വേണം കരപറ്റാൻ. രാഷ്ട്രീയ സംഘടനാ ബലമുള്ള കേരളത്തിൽ അത് വേണ്ട. അതുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധ വികാരം ഉജ്ജ്വലിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു ശുദ്ധവാദികളായി കേന്ദ്ര കമ്മിറ്റിയിലടക്കം വേഷമിട്ട കേരള CPM. അവരുടെ കോൺഗ്രസ് വിരുദ്ധതയുടെ മറുപുറം കാട്ടിക്കൊടുത്തു രാഹുൽ വെറും 2-3 ദിവസം കൊണ്ട്. അതുകൊണ്ട് രാഹുലിന്റെ വയനാടൻ വരവ് മുടക്കുന്നത് CPM സമ്മർദ്ദമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, വഴി മുടക്കുന്നത് ഇടതു നീക്കങ്ങളോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ MLA, BJP മുഖ്യ വക്താവ് B ഗോപാലകൃഷ്ണൻ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ. വയനാട്ടിലേക്ക് മടിയെന്തിന് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇപ്പോൾ കേൾക്കുന്നത് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയുടെ വരവ് തടസ്സപ്പെടുത്തുന്നത് ഇടതു നേതൃത്വമാണ് എന്നാണ്. ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഇത്തരം ചരടുവലികൾ നടക്കുന്നുവെന്ന് അവിടെ കേൾവി. കേരളത്തിലും KPCC അത്തരമൊരു ബോധ്യത്തിലാണ്. അപ്പോൾ വരുത്താൻ കോൺഗ്രസും വരാതിരിക്കാൻ നിങ്ങളും വടംവലി നടത്തുന്നത് കൊണ്ടാണോ വയനാട്ടിലെ സസ്പെൻസ് ഇങ്ങനെ തന്നെ തുടരുന്നത്? ഞങ്ങൾ വരണ്ടെന്ന് പറഞ്ഞാൽ വരാതിരിക്കുന്ന ഒരാളാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അഥവാ ഭാവി പ്രധാനമന്ത്രി എന്നവർ ഉയർത്തിക്കാട്ടുന്ന വ്യക്തി എന്നത് എന്തൊരു അപമാനമാണത്. CPM-ഓ ഇടതുപക്ഷ പാർട്ടികളോ പറഞ്ഞാൽ രാജീവ് ഗാന്ധി ഒരു ബുദ്ധിശൂന്യമായ അഭിപ്രായം ഇവരുടെ പറഞ്ഞോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. രാഹുൽ ഗാന്ധി കാരണം ഞാൻ ഇവിടെയും കൂടെ ഞാൻ മത്സരിക്കാമെന്ന്. ഇവർക്ക് രാഷ്ട്രീയമില്ല, ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രമേ ഉള്ളൂ. രാജ്യത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി മനസ്സിലാക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഇപ്പോൾ നടക്കുന്ന ഈ പിള്ളേര് കളി തമാശയായിട്ടാണ് തോന്നുന്നത്. രാജ്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു മുഹൂർത്തമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇന്ത്യ നിലനിൽക്കണമോ വേണ്ടയോ, ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കണമോ വേണ്ടയോ, മതേതരത്വം നിലനിൽക്കണമോ വേണ്ടയോ, നിയമവാഴ്ച നിലനിൽക്കണമോ വേണ്ടയോ, ഇന്ത്യ നിലനിൽക്കണമോ വേണ്ടയോ, ആ നിർണായകമായ വിധിയെഴുത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ BJP ഇന്ന് രാജ്യം ഭരിക്കുന്ന കക്ഷി ഒരു ഫാസിസ്റ്റ് സമീപനം സ്വീകരിക്കുന്ന കക്ഷിയാണ്. അവർ ഫാസിസ്റ്റ് ഭരണം ഇനി ഈ തെരഞ്ഞെടുപ്പിൽ മോഡി അധികാരത്തിൽ വന്നാൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിനീതമായ സംശയം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജനാധിപത്യ മതേതര വിശ്വാസികൾ, നിയമവാഴ്ച നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തണം, താഴെ ഇറക്കണം, തൊടുവിക്കരുത് എന്ന് വാശിയോടുകൂടി കഴിഞ്ഞ 2-4-5 മാസക്കാലമായി നടന്നു വരുന്ന ഒരു ചർച്ചയുടെ സമാപ്തിയിൽ BJPയുടെ കോട്ടയിൽ പോയി BJPയെ തകർക്കുന്നതിന് കോൺഗ്രസിന് എല്ലായിടത്തും സ്വാധീനമുണ്ടെന്നാണല്ലോ പറയുന്നത്. ആ സ്വാധീനം ഉപയോഗിച്ച് തകർക്കുന്നതിന് പകരം ആ BJP തകർക്കണമെന്ന് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ കേന്ദ്രത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ മെയിൻ മുദ്രാവാക്യം വിട്ടുകളഞ്ഞില്ലേ. എന്നിട്ട് അവരുടെ ഒന്നുകിൽ അവരെ ഭയന്നോടുക, അതല്ലെന്ന് വരിൽ ആ മുദ്രാവാക്യം വിട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എതിർപ്പ്, CPM ഇടതുപക്ഷത്തെയാണ് എതിർക്കേണ്ടത് എന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും പൊതു കാഴ്ചപ്പാടുണ്ട്. അവിടെ മുഖ്യ ശത്രു CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്.
ആ നിലയിലേക്ക് വരികയല്ലേ, രാജ്യത്തിൻ്റെ ഈ മുഖ്യധാരയിൽ നിന്ന് അകന്ന് ഓടുകയല്ലേ ഏതെങ്കിലും ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുമോ? ശ്രീ ആനത്തലവട്ടം, അവരുടെ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ പറ്റി അങ്ങ് പറഞ്ഞു. നിങ്ങൾക്ക് കേരളത്തിൽ എന്ത് വിരുദ്ധതയാണുള്ളത്? ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സാണ് ഇവിടുത്തെ പ്രധാനമായ, കോൺഗ്രസിൻ്റെ ബി ജെ പിയുടെ നയം ഒന്നാണ്. ഇവിടെ ഞങ്ങൾ ബി ജെ പി അല്ല, ബി ജെ പി അല്ല, അതല്ല, ഞങ്ങൾ ലോക്സഭയാണ്. ലോക്സഭയിൽ ബി ജെ പിക്ക് വോട്ട്, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് സമാനമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടുത്തെ കേരളത്തിൽ, ഈ കേരളത്തിലെ കോൺഗ്രസ് ജയിച്ചു വന്നില്ലെങ്കിലും ഇന്ത്യയിൽ കോൺഗ്രസ് താരതമ്യേന കോൺഗ്രസ് അവിശ്വാസം നേരിടാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് MLA-മാരോ MP-മാരോ ഒന്നും ബി ജെ പിയിലേക്ക് കൂറുമാറിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് ജയിക്കുന്ന കോൺഗ്രസ്സുകാരുടെ BJP വിരുദ്ധതയെ നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത്? നിങ്ങൾക്കുള്ളതുപോലെ തന്നെ തെളിയിക്കപ്പെട്ട BJP വിരുദ്ധതയുടെ ഉടമസ്ഥാവകാശം കോൺഗ്രസിനുമുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ BJP വിരുദ്ധത അവർ കോൺഗ്രസ് ആവില്ല. ഇവിടെ 2004 ഒറ്റ കോൺഗ്രസ് ജയിച്ചില്ലല്ലോ. BJP ഇതര ഗവൺമെന്റ് അല്ലേ, വാജ്പേയി ഗവൺമെന്റ് താഴെ ഇറക്കി. അല്ല, കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് CPM ശക്തമായി ഒരു മതേതര ജനാധിപത്യ സർക്കാരിനെ ഉണ്ടാക്കുക എന്നതാണ് നിങ്ങളുടെ നയം. അങ്ങനൊരു നയം നിങ്ങൾക്കാകാം. പക്ഷേ ഇവിടെ അങ്ങനെ തോറ്റ് അമ്പി കൊടുക്കുന്ന ഒരു ചരിത്രം 2004 ആവർത്തിക്കാൻ വേണ്ടി ഷാഫി അടക്കം ഉമ്മൻചാണ്ടി അടക്കം പ്രയത്നിക്കണമെന്നാണോ അങ്ങ് പറയുന്നത്? ഒറ്റ കാര്യമാണ്, ആരാ മുഖ്യ ശത്രു ഇപ്പോൾ? ഇടതുപക്ഷം, കോൺഗ്രസിന്റെ ഇടതുപക്ഷമാണോ BJP ആണോ? കേരളത്തിന്റെ സാഹചര്യത്തിൽ പ്രസക്തമാകുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ വോട്ടർമാർ. ഒരു നിമിഷം, ഇവിടെ ആരും മോദിക്ക് നേരിട്ട് വോട്ട് ചെയ്യുന്നില്ല, ശരിയാണല്ലോ. അപ്പൊ കേരള രാഷ്ട്രീയത്തിന്റെ പരിസരത്തിൽ നിന്ന് ഒരു കേരള വോട്ടർക്ക് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ. ആ തീരുമാനം വോട്ടർ എടുക്കുന്നത് BJP-യെ മുൻനിർത്തിയല്ല, നിങ്ങളെയോ കോൺഗ്രസിനെയോ മുൻനിർത്തിയാണ്. സർ, ഇവിടെ BJP ആണ് ദേശീയ തലത്തിൽ നിങ്ങളുടെ പൊതുശത്രുവെങ്കിൽ എന്തിന് ഈ കേരളത്തിൽ 12 സീറ്റിൽ ഈ നേർക്കുനേർ യുദ്ധം? നിങ്ങളും കോൺഗ്രസും തമ്മിൽ 12 സീറ്റുകളിൽ നേർക്കുനേർ യുദ്ധമാണ്. ഞാൻ സൂചിപ്പിക്കേണ്ടതല്ലോ, ഇവിടെ ഞങ്ങൾ എന്തുകൊണ്ടാണ്, ഞങ്ങൾക്ക് സ്വാധീനമുള്ളിടത്ത് ഞങ്ങൾ ജയിച്ചു വരുന്നതിന് കോൺഗ്രസ് ഏർക്കാം. കോൺഗ്രസിന് സ്വാധീനമുള്ള രാജ്യമുള്ളത് ജയിക്കുമ്പോഴാണ് സ്വാധീനം ഉണ്ടാവുക. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയാണ് ഷാഫിയും അവിടെ ഈ യത്നിച്ചുകൊണ്ടിരിക്കുന്നത്. വേണു, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതല്ല, കേരളത്തിന്റെ സ്വാധീനമെല്ലാം. 2004 ഒരു കോൺഗ്രസും ജയിക്കാതെ തന്നെ UPA ഗവൺമെന്റ് വന്നില്ലേ, കോൺഗ്രസിന്റെ ഇന്ത്യയുടെ ഗവൺമെന്റ് വന്നില്ലേ? കോൺഗ്രസിന് സ്വാധീനം. ഞാൻ ഈ പറഞ്ഞ അവിടെയാണ് ഒരു കാതലായ ചോദ്യം. കോൺഗ്രസിനെ കേരളത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾ ബലപ്പെട്ടൊരു ദേശീയ മതേതര സർക്കാർ, അതിന് നേതൃത്വം കൊടുക്കാൻ കേരളത്തിൽ ഇല്ലാത്ത കോൺഗ്രസ് ജീവിച്ചിരിക്കുകയും വേണം. ഇതൊരു വല്ലാത്ത ന്യായമാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ഷാഫി പറമ്പിൽ, ഇവിടെ നിങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്നതിന് CPM-ന് യാതൊരുവിധ എതിർപ്പുമില്ല. പ്രശ്നം രാഹുൽ ഗാന്ധിയെ പോലെ തലയെടുപ്പുള്ളൊരു നേതാവ് വരുന്നു എന്നതാണ്. രാഹുൽ ഗാന്ധി എന്തിനെ പ്രതിനിധീകരിക്കുന്നു? നിങ്ങൾ തന്നെ എന്തിനെ പ്രതിനിധീകരിക്കുന്നതായിട്ടാണ് രാഹുലിനെ അവതരിപ്പിക്കുന്നത്? കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു ചേരിയുടെ ഭാഗമാക്കിയാണോ? അല്ല, ദേശീയ തലത്തിലാണ്, മോദിയുമായാണ് നേരിട്ട് ഏറ്റുമുട്ടൽ. അപ്പോൾ രാഹുലിനെ പ്രസക്തമാക്കുന്നത് മോദി വിരുദ്ധ ചേരിയെ ബലപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഉത്തമ പ്രതീകമായി നിലനിൽക്കുമ്പോൾ മാത്രമാണ്. അത്തരമൊരു സാഹചര്യം വയനാട് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഇതാണ് നിങ്ങളോട് ആവർത്തിച്ച് CPM ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് കേൾക്കാൻ തയ്യാറാകാതിരിക്കുന്ന സ്ഥിതിക്ക് നേരിട്ട് രാഹുലിന്റെ ചെവിയിൽ അത് എത്തിക്കുക എന്ന ദൗത്യത്തിലേക്ക് ഇടത് നേതൃത്വം ഇപ്പോൾ വിയർത്തുകൊണ്ടിരിക്കുകയുമാണ്. ഷാഫി, അല്ല, എനിക്ക് ഏറെ സന്തോഷം തോന്നുന്ന ഒരു ഘടകം, എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് ഇല്ലാതെ ഈ പോരാട്ടത്തിന് കരുത്തില്ല എന്നുള്ളത് ഇപ്പോൾ ഇവരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കോൺഗ്രസ് ഇല്ലാതെ മറ്റു മാർഗങ്ങൾ ആലോചിക്കും. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ കണ്ട് പിണറായി വിജയൻ കോൺഗ്രസ് ഇല്ലാത്ത ബദലിനെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ആനത്തലവട്ടം ആനന്ദൻ ഉൾപ്പെടെ പറയുന്നത് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വലിയൊരു നരേറ്റീവ് ഫിക്സ് ചെയ്യേണ്ട ആളാരാണ്? അത് രാഹുൽ ഗാന്ധിയാണ്, അത് കോൺഗ്രസ് ആണ്. ഈ കേരളത്തിൻ്റെ അതിർത്തിക്ക് പുറത്ത് അതൊക്കെ കോൺഗ്രസ് ചെയ്യട്ടെ, ഇവിടെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ജയിച്ചോട്ടെ, ഇവിടുന്ന് ഒന്ന് മാറി തരണമെന്ന് പറയാം. ആനപ്പുറത്ത് കയറുകയും വേണം, അങ്ങാടി കൂടെ നടക്കുകയും വേണം എന്ന് ആരും കാണാനും പാടില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു നിലപാടാണ് CPM ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു നെറേറ്റീവ് ഇല്ല വേണു, CPM-ന് ഉൾപ്പെടെ മൊത്തം കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു നെറേറ്റീവ് ഇല്ലേ? കേരളം ഇക്കാലം അത്രയും ഉയർത്തിപ്പിടിച്ചിരുന്ന ഫാസിസ്റ്റ് വിരുദ്ധതയും വർഗീയ വിരുദ്ധമായ രാഷ്ട്രീയത്തിനും കോൺഗ്രസ് പ്രസിഡന്റും കോൺഗ്രസ് പ്രസ്ഥാനവും ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കണക്കാക്കുന്ന ഒരാളുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മൊത്തം കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു സിറ്റുവേഷനായി ഈ ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ പോലും പറയാലോ, രാഹുൽ ഗാന്ധി, മതേതര ഇന്ത്യയുടെ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഉയർത്തിപ്പിടിക്കുന്ന പൊളിറ്റിക്സിന് ഏറ്റവും പോസിറ്റീവായി ഈ രാജ്യത്തിൻ്റെ മറ്റ് സ്റ്റേറ്റുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് എന്നുള്ളത്
നമ്മൾ UPയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് കേരളത്തിൽ വന്ന് മത്സരിക്കുക എന്നുള്ളത് നമ്മുടെ പോസിറ്റീവ് പൊളിറ്റിക്സിന് തന്നെ ലഭിക്കുന്ന വലിയൊരു അംഗീകാരമല്ല, അല്ലാണ്ട് കോൺഗ്രസിന് മാത്രം കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അംഗീകാരമാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ എന്ത് പ്രതീകമായാണ് ഉയർത്തിക്കാട്ടുന്നത്? ആ പ്രതീകത്തെ കേരളത്തിലെ വയനാട്ടിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ അതേ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് ഉറപ്പിച്ചു നിർത്തുന്നതെന്ന് അവകാശപ്പെടുന്നത്? കാരണം ശത്രുപക്ഷം മാറുകയാണ്. ദേശീയ തലത്തിൽ മോദി വിരുദ്ധതയുടെ പ്രതീകമായി രാഹുലിനെ നിങ്ങൾ അവതരിപ്പിക്കുന്നു. കേരളത്തിൽ വരുമ്പോൾ അത് ഇടതുവിരുദ്ധതയുടെ പ്രതീകമായി മാറുന്നു. കാരണം നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയമാണത്. നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിലേക്ക് ഒരു ദേശീയ നേതാവിനെ ചുരുക്കിക്കൊണ്ടുവരേണ്ടതിൻ്റെ രാഷ്ട്രീയ ആവശ്യകത എന്താണ്? രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജില്ലാ പഞ്ചായത്തിലേക്കാണോ മത്സരിക്കുന്നത്? അല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിലേക്ക് തന്നെയാണ് വയനാട് നിന്നാണ് മത്സരിക്കുന്നത്. അത് കേരളം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലെ ഈ സെക്യുലർ ഗവൺമെന്റ് വരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളിലേക്കും ആ പോസിറ്റീവ് മെസ്സേജ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നു, നരേന്ദ്രമോദി പോലും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നതൊക്കെ ആയിട്ട് വാർത്തകൾ വരുന്നുണ്ട്. എനിക്ക് അതിനെ സംബന്ധിച്ച് കൺഫർമേഷൻ ഇല്ല. പക്ഷെ ഇത് ഒരു മെസ്സേജാണ്. കേരളം എന്നുള്ള സ്റ്റേറ്റ് ഈ വർഗീയതയുടെ രാഷ്ട്രീയത്തിനെതിരായി എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിരുന്ന ആ നിലപാടുകൾക്ക്, കേരളത്തിൻ്റെ ആ നിലപാടുകൾക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരം കൂടിയായിട്ട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ള കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. വന്നാൽ അത് അങ്ങനെയായിട്ട് കാണാവുന്നതേ ഉള്ളൂ. അതല്ലാതെ വയനാടിന്റെ ജില്ലാ പഞ്ചായത്തിലേക്കോ അവിടെ ഏതെങ്കിലും പഞ്ചായത്തിലേക്കോ CPM-നെതിരായിട്ടല്ലല്ലോ മത്സരിക്കുന്നത്. സിദ്ദിഖ് മത്സരിക്കുന്നതും പാർലമെന്റിലേക്കല്ലേ, പഞ്ചായത്തിലേക്കാണോ? ഷാഫി, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടേ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ കഴിയൂ. ശരിയാണ്, ഇത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ളതല്ല, ലോക്സഭയിലേക്കാണ്. അത് കേരളത്തിൽ വയനാട്ടിൽ വന്ന് രാഹുൽ നിന്നാൽ മാത്രം പ്രസക്തമാകുന്ന ഒന്നല്ല. രാജ്യത്ത് എവിടെ നിന്നാലും അതേ സാഹചര്യം തന്നെയാണ്. ഒരു ജില്ലാ പഞ്ചായത്തിലേക്കുമല്ല, അമേഠിയിൽ രാഹുൽ നിന്നാൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്തിലേക്കുമല്ല മത്സരിക്കുന്നത്. അപ്പോൾ അതൊരു പൊതുതത്വമാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രസക്തി അവിടെ വിടൂ. ഒരു രസികത്വം അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അത് കാതലായ ചോദ്യം ഇതാണ്. നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയം കേരള പശ്ചാത്തലത്തിൽ ഊന്നി നിന്നതുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ച് അത് CPM വിരുദ്ധമായിരിക്കുന്നത്. നിങ്ങളുടെ വോട്ട് ബാങ്ക് അതാണല്ലോ. CPM-ന് മറിച്ച് കോൺഗ്രസ് വിരുദ്ധതയിലും ഊന്നി നിന്നുള്ള വോട്ട് ബാങ്കാണുള്ളത്. ഇതിൻ്റെ സംഘടനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ BJP ആ നിലയിൽ അപ്രസക്തമാണ്. പക്ഷേ ഇതിലെ അടിസ്ഥാന പ്രശ്നം, ദേശീയ തലത്തിൽ നിങ്ങൾ എന്തിലേക്കാണോ ഉന്നം വയ്ക്കുന്നത്, അതിനെ നിങ്ങൾ ഏത് രൂപത്തിലാണോ ഒരു പ്രതീകമെന്ന നിലയിൽ രാഹുലിലൂടെ ഉയർത്തിക്കാട്ടുന്നത്, ആ ഉദ്ദേശം സഫലമാകുന്നില്ല. അദ്ദേഹത്തെ വയനാട്ടിലേക്ക് കൊണ്ടുവരും. ഏറ്റവും ലളിതമായ ചോദ്യമാണിത്. മൂന്നാം കുറിയാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. അതിനൊരു വ്യക്തത നൽകൂ. വേണു, അതെങ്ങനെ ഞങ്ങൾ ആ ഇൻട്രസ്റ്റിൽ ഡയലൂട്ട് ചെയ്യുന്നത്? രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധിയുടെ സ്റ്റേച്ചർ ആകെ ബഹുമാനപ്പെട്ട ആനത്തലവട്ടം ആനന്ദം പറയുന്നത് പോലെ അങ്ങ് കുറയുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിനും ഇപ്പോൾ എല്ലാ സർവേ, മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഉൾപ്പെടെയുള്ള എല്ലാ സർവേയും പറയുന്നത് സൗത്ത് ഇന്ത്യ ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ്. ദേ പ്രിഫർ രാഹുൽ ഗാന്ധി ഓവർ നരേന്ദ്രമോദി. അപ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഒന്നിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇവിടെ പാർട്ടി പ്രകടിപ്പിക്കുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി മൊത്തം ഉയർത്തിപ്പിടിക്കുന്ന പൊളിറ്റിക്സ് മൊത്തം ഡൈലൂട്ട് ആവുമെന്ന് ആരാ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? ഞങ്ങൾ ഒരിക്കലും അതിനകത്ത് വിശ്വസിക്കുന്നില്ല. രാഹുൽ ഗാന്ധി വളരെ ക്ലിയർ ആയിട്ട് ഇത് ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. രാഹുൽ ഗാന്ധി എവിടുന്ന് മത്സരിച്ചാലും രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അത് തന്നെയാണ്. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള ആളുകൾ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ പിന്തുണയ്ക്കുകയും പ്രസക്തമായ ചോദ്യത്തിലേക്ക് വരികയാണ്. ഷാഫി, ഇവിടെ ഈ തടസ്സം ഉണ്ടാക്കുന്നതിൽ ഇടത് നേതൃത്വത്തിന് എന്തെങ്കിലും റോളുണ്ടോ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് വ്യക്തമായ സന്ദേശമാണ്. ഈ കാര്യത്തിൽ അവർക്കുള്ള നീരസമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അത് ഒരു പ്രാദേശിക നേതാവിൻ്റെ പ്രതികരണമല്ല. ഈ കേരളത്തിൽ മാത്രം പ്രസക്തനായിരിക്കുന്ന ഒരു വ്യക്തിയുമല്ല പറഞ്ഞിരിക്കുന്നത്. CPM-ന്റെ ദേശീയ കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തുന്ന ഒരു പ്രബല ചേരിയുടെ, അതിൽ തന്നെ വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ നിലപാടാണിത്. അതിൻ്റെ അനുരണനങ്ങൾ മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇന്നലെയും ഇന്നുമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് തന്നെ ആ വ്യക്തിയുടെ ഈ വിഷയത്തിലുള്ള പ്രാധാന്യത്തെ വ്യക്തമാക്കി തരികയും ചെയ്യുന്നുണ്ട്. അത് ഈ ഭാഗത്ത് ഇത്തരമൊരു യുദ്ധം നടത്താനായി രാഹുൽ വരരുത് എന്നതാണ്. ആ കാര്യം ഇവിടെ മാത്രം അവസാനിക്കുന്നില്ല. അതുകൊണ്ട് ദേശീയ നേതൃത്വം സംസാരിക്കുന്നു ഒരു പ്രതികരണം എന്ന നിലയിൽ. അതിനപ്പുറത്തേക്ക് അത് കടന്നിട്ടുണ്ട്. നിങ്ങളുടെ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഇടതു നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഹോട്ട് ലൈൻ ഇല്ല എന്ന് മാത്രം പറയരുത്. കാരണം ബംഗാളിൽ തടസ്സം വരുമ്പോൾ യെച്ചൂരി പറയുന്നത് രാഹുൽ തീരുമാനിക്കട്ടെ, അദ്ദേഹത്തിന് വിട്ടിരിക്കുന്നു എന്നാണ്.
ബംഗാളിൽ തടസ്സം വരുമ്പോൾ സോമൻ മിത്ര പറയുന്നത് യെച്ചൂരി തീരുമാനിക്കട്ടെ, രാഹുലും യെച്ചൂരിയും കൂടെ ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്നാണ്. അപ്പോൾ ഒരു ഹോട്ട് ലൈൻ ബംഗാളിൽ ഉണ്ടായെങ്കിൽ സമാനമായ ഒരു പ്രതിസന്ധി ഇവിടെ അഭിമുഖീകരിക്കുമ്പോൾ ആ ഹോട്ട് ലൈൻ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കരുതാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ? ഇതിപ്പം ബംഗാളിലെ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളും യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാടുകളൊക്കെ ഇപ്പോൾ ഈ പിണറായി വിജയൻ പറയുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു മതേതര ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ്. അതിനെ വീറ്റോ ചെയ്യാനുള്ള ശ്രമം കൂടി നടന്നത് ഇവിടെ കേരളത്തിൽ അവർ ഭരിക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലക്ക് ആ ഭരണം ഉപയോഗിച്ച്, ആ സ്വാധീനം ഉപയോഗിച്ച് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം എന്നുള്ള തരത്തിൽ നിലപാടെടുത്തതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതിന് പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയുള്ളതായിട്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്യുന്നതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്ധമായ ഒരു കോൺഗ്രസ് വിരോധം എല്ലാ സ്റ്റേജിലും അവർ വെച്ച് പുലർത്താറുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നു എന്ന് കണ്ടപ്പോൾ അവരുടെ എക്സിസ്റ്റൻസിന് ഒരു പക്ഷേ അത് ക്ഷീണം ചെയ്യുമെന്നുള്ള അപകടം അവർ മണത്തത് കൊണ്ടായിരിക്കണം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നെറേറ്റീവിനെ സംബന്ധിച്ചും രാഹുൽ ഗാന്ധി ഫൈറ്റ് ചെയ്യേണ്ടത് BJP-യെ സംബന്ധിച്ചും അല്ലേ, ഞങ്ങളെയൊക്കെ ലീഡ് ചെയ്യേണ്ടത് BJP അല്ലേ എന്നൊക്കെ അവർ പറയുന്നത്. ആ അർത്ഥത്തിലുള്ള ഒരു പ്രഷറിന് ചിലപ്പോൾ അവർ ശ്രമിച്ചെന്ന് വരാം. എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായി പറയാൻ അത്ര കോമ്പിറ്റൻസി ഉള്ള ഒരാളല്ല ഞാൻ. എങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് അതുമാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനമായിരിക്കില്ല. കോൺഗ്രസ് പ്രസിഡന്റിന്റെ മനസ്സ് എന്താണെന്ന് ഈ കാര്യത്തിൽ നിന്നും ഇതുവരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങളും ആ തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. ശരി, ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ CPM പറയുന്നത് BJP വിരുദ്ധ രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റേത്, ഇടതു പാർട്ടികളുടേത്. അതുകൊണ്ട് ഇവിടെ പരസ്പരം പോരടിച്ചുകൂടാ. BJP ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നൊരു മണ്ഡലത്തിൽ നിന്ന് വേണം രാഹുൽ മത്സരിക്കുവാൻ എന്നാണ്. പക്ഷേ ഇപ്പോൾ വാരണാസിയിലാണല്ലോ അങ്ങയുടെ പ്രധാനമന്ത്രി മത്സരിച്ചത് 2014. അവിടുത്തെ ഏറ്റവും ശക്തമായ എതിർകക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നില്ല, 3-ാം സ്ഥാനത്തായിരുന്നു, പരിതാപകരമായി 3-ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അന്നും കേജ്രിവാൾ മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം ഷീലാ ദീക്ഷിതിനെ നേർക്കുനേർ പോയി വെല്ലുവിളിച്ചു. അതാണ് രാഷ്ട്രീയ വെല്ലുവിളി എന്ന് പറയുന്നത്. മോദിയും രാഹുൽ ഗാന്ധിയുമല്ല അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ എടുത്തു കാട്ടാൻ കഴിയുന്ന പ്രതിരോധത്തിൻ്റെ മാതൃക അത് കേജ്രിവാളാണ്. കാരണം ഷീലാ ദീക്ഷിതിനെ എതിരെ പോയി നിന്ന് മത്സരിപ്പിച്ചാണ് തോൽപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പ്രധാനമന്ത്രി നിൽക്കുന്ന മണ്ഡലത്തിൽ തന്നെ പോയിട്ടാണ് പ്രകടിപ്പിച്ചത്. അന്ന് 5,81,022 വോട്ട് നരേന്ദ്രമോദിക്ക്, 2,09,238 വോട്ട് കേജ്രിവാളിന്, 75,614 അജയ് റായ് എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക്, 60,579 വിജയ് പ്രകാശ് ജയ്സ്വാൾ എന്ന BSP സ്ഥാനാർത്ഥിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കോൺഗ്രസ് അല്ല BJP-യെ നേരിടുന്ന യഥാർത്ഥ ശക്തി എന്ന വിലയിരുത്തലുണ്ടോ? അപ്പോൾ എവിടെ നിങ്ങൾ മത്സരിക്കുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട എതിർശക്തി ആര് അന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ദേശീയ രാഷ്ട്രീയം ധ്രുവീകരിക്കപ്പെടുക എന്നതിന് ഇതിനേക്കാൾ വലിയ സാക്ഷ്യമുണ്ടോ? അങ്ങനെയല്ല അതിനെ വിലയിരുത്തേണ്ടത് വേണു. ഞാൻ വേണുവിൻ്റെ നല്ല ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുമ്പ് ഞാൻ എൻ്റെ വളരെ ആദരവെന്ന് പറഞ്ഞ ആനത്തലവട്ടം ആനന്ദനൊരു സന്ദേഹം പ്രകടിപ്പിച്ചു. ഞാൻ അതിന് ഉത്തരം ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ. കാരണം ഇനി മോദി രണ്ടാമത് വന്നാൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് അദ്ദേഹത്തിന് സംശയം. ഒട്ടും സംശയിക്കപ്പെടേണ്ട. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഞങ്ങൾ ചൈനീസ് പാർട്ടിയല്ല, ഉത്തര കൊറിയ പാർട്ടിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. അതുകൊണ്ട് ആ സംശയം വേണ്ട. പിന്നെ ആനത്തലവട്ടം ആനന്ദൻ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇന്ത്യ 18ആയി വിഭജിക്കണം എന്ന് പറഞ്ഞ ആളുകൾ ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ അതൊരു BJP-യുടെ പേരിലെങ്കിലും അങ്ങനെ ഒരു ചിന്ത വന്നതിൽ സ്വാഗതാർഹം. പക്ഷേ അടിസ്ഥാനപരമായി അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിനോടൊപ്പം അടിസ്ഥാനപരമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം വേണം. ഇവിടെ ഈ കൺഫ്യൂഷൻ തീരില്ല. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നാലും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നില്ലെങ്കിലും ഈ കൺഫ്യൂഷൻ തീരാൻ സാധിക്കില്ല. കാരണം ഈ കൺഫ്യൂഷൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും മാനസികമായി ഒന്നാണ് എന്നുള്ളതാണ്. ഈ മാനസികമായി ഒന്നാവുന്നത് എപ്പോഴാണ്? മാനസികമായി ഒന്നാവുന്നത് ഇവർ രണ്ടുപേരും ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടി നിൽക്കുന്നു, ഒരു കോസിന് വേണ്ടി നിൽക്കുന്നില്ല. നരേന്ദ്രമോദിയെ താഴെ ഇറക്കാം, ശരി, അടുത്ത ഞങ്ങളുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി അല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അത് ഇവർക്ക് പറയാൻ പറ്റുമോ? വയനാട്ടിൽ തോൽപ്പിച്ചാൽ വയനാട്ടിൽ ഞങ്ങൾ തോൽപ്പിക്കും, ഞങ്ങൾ മത്സരിക്കും, ഞങ്ങൾ തോൽപ്പിക്കും, ശരി തോൽപ്പിക്കട്ടെ, അതൊരു അന്തസ്സുള്ള സമീപനമാണ്. നിങ്ങൾ പറഞ്ഞ കെജ്രിവാളിൻ്റെ ആ കൺസെപ്റ്റിലേക്കാണ് ഞാൻ വരുന്നത്. അന്തസ്സായ സമീപനം, അവർ മത്സരിക്കട്ടെ. പക്ഷേ രാഹുൽ ഗാന്ധിയെ ഒരിക്കലും ഞങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? മത്സരിച്ച് തോപ്പിച്ചു കഴിഞ്ഞ് പിന്നെ വേറൊരു സ്ഥലത്തുനിന്ന് ജയിച്ചിട്ട് പ്രധാനമന്ത്രിയാക്കുന്നത് ഒരു സാമാന്യ മര്യാദയല്ല, നേരത്തെ പറഞ്ഞതിന് വിരുദ്ധതയാണ്. അതേസമയത്ത് കന്യാകുമാരിയിൽ പോയി നിന്ന് വാളുയർത്തി രാഹുൽ ഗാന്ധിയാണ് സിന്ദാബാദ്, രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നു. പൊന്നാനിയിൽ അൻവർ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നു.
സീതാറാം യെച്ചൂരി പറയുന്നു രാഹുൽ ഗാന്ധിയെ തന്നെ പ്രധാനമന്ത്രിയാക്കും. അപ്പോൾ വാസ്തവത്തിൽ ഇവർ ചെയ്യേണ്ട മര്യാദ, പിണറായി വിജയൻ എന്താ BSP മായാവതിയോട് പറഞ്ഞത്? അമേഠിയും റായ്ബറേലിയും കോൺഗ്രസിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും BSP സഖ്യം വന്നപ്പോൾ ഇതാണ് വിശാല മുന്നണിയുടെ മഹാത്മ്യം എന്ന് പറഞ്ഞവരാണ് ഇടതുപക്ഷം. അങ്ങനെയാണെങ്കിൽ ആ വിശാല ഐക്യത്തിൻ്റെ സഖ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ തകരാൻ പോകുന്നു, മതേതരത്വം ഇല്ലാതാകാൻ പോകുന്നു, അതിനേക്കാൾ വരുന്നൊന്നുമല്ലല്ലോ വയനാട്. അപ്പോൾ ആ ഒരു വിശാല വീക്ഷണത്തിൽ വയനാട് മായാവതി ചെയ്തതുപോലെ BSP ചെയ്തതുപോലെ രാഹുൽ ഗാന്ധിക്ക് വിട്ടുകൊടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി ധരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് വിട്ടുകൊടുക്കേണ്ടതാണ് അവർ. പക്ഷേ ഇപ്പോൾ വയനാട്ടിലേക്ക് വരാൻ രാഹുൽ ഗാന്ധി ആലോചിക്കുന്ന പല ഘടകങ്ങളിലൊന്ന് മായാവതി പാലം വലിക്കുമോ എന്ന ആശങ്കയാണ്. അത് രണ്ടാമത്തെ പൊളിറ്റിക്സാണ്. ഞാൻ അതിൻ്റെ ഒരു വേറൊരു പൊളിറ്റിക്സാണ് വേണു സംസാരിക്കുന്നത്. അത് സെക്കൻഡ് പൊസിഷൻ. അത് മായാവതി പാലം വിളിക്കുന്നതുകൊണ്ടല്ല, സ്മൃതി ഇറാനി അവിടെ ജയിക്കും എന്നുള്ളതുകൊണ്ടാണ്. കാരണം 2004 4 ലക്ഷം, 2009 3 ലക്ഷം, 2014 1 ലക്ഷം, 2016 മൈനസ്. അവിടെ 5 നിയോജക മണ്ഡലം, അതിൽ 4 നിയോജക മണ്ഡലം അമേഠിയിലടക്കം BJP ജയിച്ചു, 1 BSP ജയിച്ചു. സോ ദർ ഈസ് നോ ചാൻസ് ഇൻ ദർ. ഇനിയിപ്പോൾ പണ്ടത്തെ ഉപ്പാപ്പയുടെ താഴമ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമേഠിയിൽ. അതുകൊണ്ടാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് രാഹുൽ ഗാന്ധിക്ക് അമേഠിയല്ലാത്ത വേറൊരു മണ്ഡലം ഇന്ത്യയിലില്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. കോൺഗ്രസിൻ്റെ ബേസ് ആയിട്ടുള്ള പല മണ്ഡലമുണ്ട്. ഞാൻ പറയുന്നത് അതല്ല. UP ഉദാഹരിക്കുമ്പോൾ അങ്ങ് എടുക്കേണ്ട തെളിവ് എന്ന് പറയുന്നത് നിയമസഭാ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പെടുത്താലോ, ഉപതെരഞ്ഞെടുപ്പെടുത്താൽ നിങ്ങൾ പൊട്ടിപ്പാളീസായി. അല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ അറിയോ? ഞങ്ങൾ പൊട്ടിപ്പാളീസാകും എന്നുള്ളതിനെ ഞങ്ങൾ വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുന്നു. വി ആർ റെഡി ടു ഫൈറ്റ്. ഞങ്ങളവിടെ രാഹുലിനും അവകാശപ്പെട്ടതല്ലേ? ചെയ്തോട്ടെ, ഞാനത് പറഞ്ഞിട്ടില്ല. രാഹുൽ ഈ വയനാട് ചൂസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങളുടെ കൺസെപ്റ്റാ. രാഹുൽ അവിടെ മത്സരിക്കട്ടെ. അല്ല, ഇപ്പൊ വഡോദര എന്ന് പറയുന്നതോ, അതായത് ഗുജറാത്തിൽ നിന്ന് ഒറ്റയാൾ പോലും, ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും ജയിക്കാത്ത ഗുജറാത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വഡോദര അദ്ദേഹം സ്വീകരിച്ച മണ്ഡലങ്ങളിലൊന്നാണ്. അതൊരു സുരക്ഷിത സ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ അപാകത? ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു രണ്ടാമതൊരു കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുക്കുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. ലെറ്റ് ദം ഡിസൈഡ്. അത് ഒരു പാർട്ടിയുടെ തീരുമാനമാണ്. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും EMS പണ്ട് 2 സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, സബ്ജക്ട് ടു കറക്ഷൻ. അത് എല്ലാവരും ചെയ്യാറുണ്ട്. അത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ എത്ര ദിവസമായി ഈ ആശയക്കുഴപ്പം നിൽക്കുന്നു. ഈ ആശയക്കുഴപ്പത്തിൻ്റെ അടിസ്ഥാനം എന്താ? എൻ്റെ പോയിന്റ് അതാ. ഈ ആശയക്കുഴപ്പത്തിൻ്റെ അടിസ്ഥാനം ഇവർ തമ്മിലുള്ള ബാന്ധവമാണ്. ആ ബാന്ധവം ഇവർ മറച്ചുവെക്കാൻ നടത്തുന്നതാണ് ഇപ്പോൾ കാണുന്ന ഈ വൈരുദ്ധ്യം. അതായത് ഈ ഒരു വാളയാർ കഴിഞ്ഞാൽ ഇവരൊന്ന് അവിടെ ഇപ്പോൾ BJP വിരുദ്ധതയിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടുള്ളൊരു ബാന്ധവമല്ലല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ. ബംഗാളിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് എതിരെയാണ് ഒരേപോലെ തന്നെ കോൺഗ്രസും CPM-ഉം മുഖ്യ ശത്രുപദം നൽകി എതിർക്കാൻ നോക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നീക്കുപോക്കിലേക്ക് അവർ പോകുന്നുണ്ട്. ഇതൊക്കെ പരസ്യമാണല്ലോ, രഹസ്യമായ കാര്യങ്ങളല്ല. അവിടെ ഒരു ചെറിയ പോയിന്റ് ഉണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ അംഗീകരിച്ചിട്ടില്ല. സോ മൈ ക്വസ്റ്റ്യൻ വളരെ കൃത്യമായി വരുന്നു. ഞാൻ ആനന്ദനോടാണ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയട്ടെ. രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി പദം കൃത്യമായി നിഷേധിച്ച ഒരു മുഖ്യമന്ത്രിയാണ് തൃണമൂൽ കോൺഗ്രസ്. അവിടെ ആ പോയിന്റ് നമുക്ക് മറക്കാൻ പറ്റില്ല. ഇവർക്ക് ധൈര്യം ഉണ്ടേ പറയട്ടെ എന്ന്. ഇവരെന്താ അങ്ങനെയാണെങ്കിൽ ഇവർ സഖ്യം ചേർന്ന് മത്സരിക്കരുത് തമിഴ്നാട്ടിൽ. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ? BJP-യുടെ സാമ്പത്തിക നയവും കോൺഗ്രസ് ഈ സഖ്യം ചേർന്ന് മത്സരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ പ്രശ്നം നമ്മളിപ്പോൾ അങ്ങ് ഉദാഹരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ല, അങ്ങ് ഉദാഹരിക്കുന്ന സംസ്ഥാനങ്ങളെ ചൂണ്ടി തന്നെയാണ് എൻ്റെ മറുചോദ്യങ്ങൾ. ഇപ്പോൾ തമിഴ്നാട് അങ്ങ് ഇപ്പോൾ ഏറ്റവും അവസാനം ഉദാഹരിച്ചു. നോക്കൂ, തമിഴ്നാട്ടിൽ നാം ഇതുവരെ കാണാത്ത രൂപത്തിൽ AEDMK-യും DMK-യും നേരിട്ട് ഏറ്റുമുട്ടുന്ന സീറ്റുകൾ കുറച്ചിരിക്കുകയാണ് അവർ. പകരം അവരെന്താണ് ചെയ്യുന്നത്? അവർക്ക് പ്രാമുഖ്യമുള്ള മേഖലകളിൽ അവർ മത്സരിക്കുന്നു. ഇനി DMK-യെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ മധുര പോലെയുള്ള സ്ഥലങ്ങളിൽ അവർ ഈ അഴഗിരിയൊക്കെ കുഴപ്പമുണ്ടാക്കും എന്നതുകൊണ്ട് ആ ഭാഗത്ത് ഇപ്പോൾ CPM-നൊക്കെയാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. CPM-ന് 2 സീറ്റേ ഉള്ളൂ. അതാണല്ലേ സാർ മധുരയിൽ? അത് നിങ്ങൾ BJP-യാണ് നേരിടുന്നതും വലിയ കാര്യം. അപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നാം ഈ പറയുന്ന കരുണാനിധിയും ഈ പറയുന്ന ജയലളിതയും ഉള്ളപ്പോൾ DMK-യും AEDMK-യുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടുക. ഇത്തവണ അങ്ങനെയല്ല. നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അപകടം പിടിച്ച മണ്ഡലങ്ങൾ പരമാവധി മറ്റ് കക്ഷികൾക്ക് കൊടുത്തുകൊണ്ട് സുരക്ഷിത മണ്ഡലങ്ങളിലേക്കാണ് DMK-യും AEDMK-യും ഒക്കെ സ്ഥാനാർത്ഥി ലിസ്റ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. അല്ല, അതാ പറയുന്നത്. അപ്പോൾ ഈ നേർക്കുനേർ പോരാട്ടം എന്ന് പറയുന്ന യുദ്ധമുറ എവിടെയൊക്കെ പ്രസക്തമാകും
അത് വയനാട്ടിൽ മാത്രം സംഭവിക്കേണ്ടതാണ്, ബാക്കി ഒരിടത്തും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നൊരു കാഴ്ചപ്പാട് ഇടതു നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ശരിയാണോ? വേണു, എൻ്റെ പോയിന്റ് അതാണ്. വേണു, ഞാൻ പറയുന്ന പോയിന്റ് ഇന്നപ്പോൾ ഇവർ ചെയ്യുന്നത്. അല്ല, നിങ്ങളും പറയുന്നതാണല്ലോ അമേഠിയിൽ ഭയക്കുന്നു. അപ്പോൾ നേർക്ക് നേർ പോരാടാൻ പറഞ്ഞു. ഇതാണ് നിങ്ങളുടെയും സിദ്ധാന്തം. അല്ല, ഞങ്ങൾ അമേഠിയിൽ ഭയക്കുന്നത് കൊണ്ട് രാഹുൽ ഗാന്ധി ഓടി രക്ഷപ്പെട്ടു, അത് ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് രാഹുൽ ഗാന്ധിക്ക് രണ്ടാമതൊരു സ്ഥലത്ത് മത്സരിക്കാൻ പാടില്ലെന്നോ മത്സരിക്കാൻ തെറ്റാണെന്നോ ഞങ്ങൾ പറയുന്നില്ല. എവിടെ വേണേ പൊക്കോട്ടെ. അല്ല, അങ്ങനെ പറയുന്നതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. അല്ല, അത് നിങ്ങൾ വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കട്ടെ എന്ന് പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിന് പ്രസക്തി എന്നതുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത്. അല്ലാതെ അതൊരു വിശാല മനസ്കതയുടെ ഭാഗമായിട്ടല്ല. വിശാല മനസ്കതയല്ല, അതൊരു ലോജിക്കാണ്. ആ ലോജിക്ക് എന്ന് പറയുന്നത് ഒറ്റ പോയിന്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു തമിഴ്നാട്ടിൽ നേർക്ക് നേരല്ല, കുറവാണ്, നേർക്ക് നേർ കുറവാണ്. എന്താ കാരണം? അവരൊരു ഐക്യം രൂപീകരിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരി തലയെടുപ്പുള്ള രണ്ട് നേതാക്കന്മാരുടെ അഭാവമാണ്. കഴിഞ്ഞ 10 വർഷമായി DMK അധികാരത്തിലില്ല, ഒരു സ്ഥലത്തുമില്ല. അതായത് തലയെടുപ്പുള്ള രണ്ട് ഭരണാധികാരികൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പക്ഷെ അതിനപ്പുറത്ത് അവർ മാനസികമായിട്ട് അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, നയപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് നിന്ന് സൗഖ്യം ചേർന്നിരിക്കുകയാണ് അവിടെ. അപ്പോ പോയിന്റ്, ഞാൻ പറഞ്ഞ പോയിന്റ് ഒറ്റ പോയിന്റ് അല്ല. ഇവിടെ അങ്ങനെ അല്ല എന്ന് മാത്രമല്ല, ഈ ചാനൽ ചർച്ചയിലും എന്ന് പറയുന്നത് BJPയുടെയും കോൺഗ്രസിന്റെയും നയങ്ങളൊന്നാണ്, ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. അതിനോട് യോജിക്കാൻ പറ്റുമോ? ശരി, ശ്രീ ആനത്തലവട്ടം, വോട്ടർമാരെ സംബന്ധിച്ച് വിശ്വാസയോഗ്യമായ ഒരു മറുപടി അല്ല CPM-നും കോൺഗ്രസിനും ഈ കാര്യത്തിൽ നൽകാൻ കഴിയുന്നത്. അങ്ങേക്ക് വിശദീകരിക്കാം അങ്ങയുടെ ഭാഗം. അല്ല, ഇവിടെ ഷാഫിയും അതുപോലെ തന്നെ മിസ്റ്റർ ഗോപാലകൃഷ്ണനും പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുമെന്ന് സീതാറാം യെച്ചൂരിയോ കമ്മ്യൂണിസ്റ്റുകാരോ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയർ അല്ലേ? ഞങ്ങളുടെ നിലപാട് ഗോപാലകൃഷ്ണൻ ഇല്ല, ഞങ്ങൾ ഇന്ന് വരെ പ്രധാനമന്ത്രിയായ എന്ന് വെച്ചാൽ ആ എല്ലാവരും പങ്കെടുത്ത യോഗത്തിൽ സ്റ്റാലിൻ അത് പ്രഖ്യാപിക്കുമ്പോൾ CPM-ന് എതിർ നിലപാട് ഉണ്ടായിരുന്നില്ല. അഭിപ്രായം പറഞ്ഞാണ് ഞങ്ങളുടെ പാർട്ടി. അല്ല, നിങ്ങൾ അഭിപ്രായം പറയുന്ന സ്ഥലങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കും. നിങ്ങൾ ഒരു കുമാരസ്വാമിയുടെ ഒരു സെക്കൻഡ്, കുമാരസ്വാമിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോയിരിക്കുക, എന്നിട്ട് കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് അറിയിക്കാൻ വേണ്ടി കുറച്ച് ദൂരമാണ്. ഇതെങ്ങനെയാണ് ഇത് ശരിയാകുന്നത്? കറക്റ്റ് ഞാൻ പറയുന്നത് പറഞ്ഞുകൊണ്ട് ചെയ്യണമെന്ന് വേണു. ഞാൻ പറയുന്നത് ഞങ്ങളുടെ നിലപാട് ക്ലിയർ കട്ടായിട്ട് ഞങ്ങളുടെ പാർട്ടി പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രമേയത്തിന് അണുകട വ്യതിചലിക്കാൻ സീതാറാം യെച്ചൂരിക്കോ പിണറായി വിജയനോ പ്രകാശ് കാരാട്ടിനോ എനിക്കോ ഒരു മനുഷ്യന് അവകാശമില്ല. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം, കോൺഗ്രസുമായി കൂട്ടുകൂടാമെന്ന് പറഞ്ഞിട്ടില്ല. മതേതര ജനാധിപത്യ ശക്തികളുടെ ഒരു മുന്നണി അധികാരത്തിൽ കൊണ്ടുവരണം. ആ മുന്നണിയിൽ ഷാഫി നേരത്തെ പറഞ്ഞു കോൺഗ്രസ് ഇല്ലാത്തതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇന്ന പ്രധാനമന്ത്രി പറഞ്ഞില്ല. ഇന്ന് ഇന്ത്യയുടെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് നേരത്തെ ഇവിടെ നമ്മളെല്ലാവരും സംശയിച്ച ഒരു കാര്യം കൂടിയുണ്ട്. അമേഠിയിൽ ഈ മായാവതി എങ്ങും മത്സരിക്കാതെ നിൽക്കുകയാണ്. അവരുടെ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കി ഒരു ഒറ്റ കക്ഷി എന്നുള്ളതിന് ഒരു വലിയ കക്ഷിയാകുന്നതിനുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. ഈ ജയിച്ചു തൃണമൂൽ കോൺഗ്രസ് അതുപോലെ നിൽക്കുന്നുണ്ട്. പ്രാദേശിക പാർട്ടികളെല്ലാം പല തരത്തിലാണ് നിൽക്കുന്നത്. ഇതിലെല്ലാവരും കൂടി ജയിച്ചു വന്നതിന് ശേഷം കൂട്ടായി ആലോചിക്കും ആരാണ് പ്രധാനമന്ത്രിയെന്ന്. അല്ല, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ച് 2004 വന്നില്ലല്ലോ, സോണിയാഗാന്ധി അല്ലേ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത്? ആരാ പ്രധാനമന്ത്രി ആയത്? മൻമോഹൻ സിംഗ് അല്ലേ? അത് കോൺഗ്രസ് ഓരോരുത്തരെ ഉയർത്തിക്കാണിക്കുമെന്നുള്ളതല്ലേ? ഇവിടെ രാഹുൽ ഗാന്ധി തോറ്റുപോയാലും തോന്നും പ്രധാനമന്ത്രി ആവാനൊക്കെ. ഇപ്പൊ അമേഠിയിൽ രാജ്യസഭയിലൂടെ പിന്നീടതാകാം, അത് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങളെ യോജിപ്പിച്ചു നിർത്തി ഒരു തെരഞ്ഞെടുപ്പ് BJPക്കെതിരായി വിജയം കൈവരിച്ചതിന് ശേഷം വരുന്ന കക്ഷികളെല്ലാം കൂടി ആലോചിച്ചിട്ട് ആരായിരിക്കും പ്രധാനമന്ത്രി എന്ന് തീരുമാനിക്കും. അതല്ലാതെ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി, മായാവതിയാണ് പ്രധാനമന്ത്രി, മമതാ ബാനർജിയാണ് പ്രധാനമന്ത്രി എന്നൊക്കെ വിവരമില്ലായ്മ പറയുന്നതല്ലേ? ഒരു മിനിറ്റ്, എനിക്ക് എന്താണ് വേണോ അതിനാണ് എങ്ങനെ യോജിക്കാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. രണ്ടാമത് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു BJP അധികാരത്തിൽ വന്നാന്ന് പറഞ്ഞ എന്തുകൊണ്ട് പറഞ്ഞു? ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവത്തിന് നിങ്ങൾ അപകടം വരുത്തുകയാണ്. നിങ്ങൾ നിയമവാഴ്ച അംഗീകരിക്കുന്നില്ല, ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, മതേതരത്വം അംഗീകരിക്കുന്നില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഗതി എന്താവും? ഞാൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് ചൈനയിൽ തെരഞ്ഞെടുപ്പില്ലേ, കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന തെരഞ്ഞെടുപ്പില്ലേ? ജനാധിപത്യം പറഞ്ഞാൽ മഹാഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യമാകണം. ആ മഹാഭൂരിപക്ഷത്തിനല്ല ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ആധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞുകൂടാ. ആ മഹാഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യമുള്ള തെരഞ്ഞെടുപ്പുള്ള രാജ്യങ്ങൾ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ. അവിടെ തെരഞ്ഞെടുപ്പില്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ വന്നാലാണ് തെരഞ്ഞെടുപ്പില്ലാതെ വരുന്നതെന്ന് പറയുന്നത് ശരിയേ അല്ല. ഇനി ഒരു കാര്യം, ഇവിടെ എൻ്റെ സ്നേഹിതൻ ഷാഫി പറഞ്ഞു, കൊച്ചനിയും പറയുണ്ടായി
രാഹുൽ ഗാന്ധി വന്ന് ഇവിടെ മത്സരിച്ചാലും പാർലമെന്റിലേക്കല്ലേ മത്സരിക്കുന്നത്, അതേ സിദ്ദിഖ് മത്സരിച്ചാലും കോൺഗ്രസ് ജയിച്ച പാർലമെന്റിലേക്ക് തന്നെയല്ലോ. ഒറ്റ കാര്യമേ ഷാഫി ഉള്ള ഒന്ന് ഉറപ്പിച്ച് പറയേണ്ടത്, മെയിൻ എനിമി ആര്, BJP ആണോ ഇടതുപക്ഷമാണോ? ആ ചോദ്യത്തിനാണ് ഷാഫി മറുപടി പറയാത്തത്. ഞങ്ങൾ പോയി ശുപാർശ ചെയ്യുന്നില്ല രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്നെങ്കിൽ മത്സരിച്ചോട്ടെ. പക്ഷേ ഇന്ത്യ പ്രതീക്ഷിച്ച ആ പ്രതീക്ഷയെ മുഴുവൻ നിരാശപ്പെടുന്ന വിധത്തിൽ ഒളിച്ചോടുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഇപ്പം സ്മൃതി ഇറാനി പറഞ്ഞല്ലോ, അങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്ന ആ പറച്ചിലിന് എന്തൊരവസരം ഉണ്ടാക്കി. അതുമാത്രമല്ല, ഇവിടെ BJP മത്സരിക്കാത്ത മണ്ഡലം, അതാണ് ഏറ്റവും പ്രധാനം. വയനാട്ടിൽ BJP ഇല്ല, BDJS ആണ് ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയിരിക്കുന്നത്. എന്നാൽ BJPക്ക് ശക്തി ഉണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും കേന്ദ്രത്തിൽ പോയി മത്സരിക്കണ്ടേ? സൗത്ത് ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ എടുക്കും, കേരളത്തിൽ തന്നെ എടുക്കും. ശബരിമല പത്തനംതിട്ട മത്സരിക്കാത്തത്, അല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കാത്തത്. BJPക്ക് ശക്തി ഉണ്ടെന്ന് ഇവർ പറയപ്പെടുന്ന 2 മണ്ഡലം അതാണല്ലോ. അവിടെ ആരെങ്കിലും അത് മത്സരിക്കാൻ പറ്റില്ലല്ലോ രാഹുൽ ഗാന്ധി. BJP അല്ല, ഇതിന് ഇടതുപക്ഷമാണ്. ആനത്തലവട്ടം വളരെ സിമ്പിൾ അല്ലേ ലോജിക്ക്? നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? BJP ആയിട്ട് നേരിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു സ്ഥലത്ത് രാഹുൽ ഗാന്ധി വരാൻ പാടില്ല. നിങ്ങളാണ് സഖ്യകക്ഷി. അപ്പം നിങ്ങളുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കേണ്ടത്. ആ രാഹുൽ ഗാന്ധി ചെയ്തതാണ് ശരി. ഇനി താങ്കൾ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം പറയാം. ഞാൻ സിദ്ദിഖാണ് വയനാട്ടിൽ മത്സരിച്ചിരുന്നെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കും. ഞങ്ങൾ പാർലമെൻറ്റിൽ ജനാധിപത്യമാണ്, മതേതരത്വ സഖ്യം ഒക്കെ കൊണ്ടുവരും, ഞങ്ങളുടെ പ്രധാനമന്ത്രി അതിന് ശേഷം തീരുമാനിക്കും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ ലൈൻ എടുത്തോളൂ, എനിക്കതിൽ വിരോധമില്ല. പക്ഷേ കോൺഗ്രസ് ഉയർത്തി കാണുന്ന വിശാല സഖ്യവുമായി ബന്ധപ്പെട്ട ആന്ധ്രയിൽ ഉയരുന്ന, ഈവൻ SP-യുടെ ഭാഗത്തുനിന്ന് അവരുയർത്തുന്ന ഇന്ത്യയിലെ മുഴുവൻ വിശാല സഖ്യത്തിലുള്ള ആളുകളും കാണിക്കുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധി വരുമ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി വരുമ്പോൾ ഞങ്ങൾ ഇതൊന്നും അല്ലാതെ വേറെ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, അന്തസ്സായിട്ട് ധൈര്യമായിട്ട് ആനത്തലവട്ടം ആനന്ദൻ മാതൃഭൂമിയിൽ വേണുവിൻ്റെ മുമ്പിൽ വെച്ച് ഇപ്പോൾ പറ, ഇദ്ദേഹം ജയിച്ചാലും തോറ്റാലും ശരി, ഞങ്ങൾ കേന്ദ്രത്തിൽ, നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ പ്രമേയം അണുവിട, പ്രമേയത്തിൽ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് വേഗമായിട്ട് നിങ്ങൾ എഴുതി, ഞാനൊന്ന് തീർത്തോട്ടെ. നിങ്ങൾ അന്തസ്സായിട്ട് ഈ ചർച്ച പറ, രാഹുൽ ഗാന്ധി ജയിച്ചാലും ശരി, രാഹുൽ ഗാന്ധി തോറ്റാലും ശരി, ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനം വേണ്ട. ഈ കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ആനത്തലവട്ടം ആനന്ദൻ നേതൃത്വത്തിൽ ഇവിടുന്ന് ജയിക്കുന്ന ഒരൊറ്റ MP-മാരും ഈ ഞങ്ങൾ തോൽപ്പിച്ച വയനാട്ടിൽ ഞങ്ങളോട് നേരിട്ട് യുദ്ധം ചെയ്യാമെന്ന ഞങ്ങളെ മുഖ്യശത്രുവായി കണ്ട രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ട്? പറയട്ടെ. രാഷ്ട്രീയം മനസ്സിലാക്കാതെ ഞാൻ രാഷ്ട്രീയം മുഖം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പറയരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 952 മുതൽ നടക്കുന്ന ഇന്ത്യ രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് വരെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഇന്നാരാണെന്ന് പറഞ്ഞിട്ടോ പ്രധാനമന്ത്രി ഇന്നാരാണെന്ന് പറഞ്ഞിട്ടോ ഒരാളെ ഫോക്കസ് ചെയ്ത് തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ടോ? ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യ മതേതര ശക്തികളുടെ ഒരു മുന്നണി മത്സരിക്കും, ജയിച്ചു വന്നതിന് ശേഷം ആര് പ്രധാനമന്ത്രി കോൺഗ്രസ് അപ്പം തീരുമാനിക്കാണ്. സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് വോട്ട് പിടിച്ചിട്ട് പിന്നീട് മാറിയില്ലേ? അതുകൊണ്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധി നിന്ന് തോറ്റുപോയി. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ രാഹുൽ ഗാന്ധി അതുകൊണ്ട് ഇന്നാര് പ്രധാനമന്ത്രി ഞങ്ങളുടെ പാർട്ടി പറയില്ലല്ലോ, പിന്നെ വേറെ ആനത്തലവട്ടം ആനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയില്ല, വേറെ പാർട്ടിയെ കുറിച്ച് ആനത്തലവട്ടം ആനന്ദൻ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ മുഖം നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെയാണ്. നിങ്ങളുടെ മുഖം വികൃതമായി കഴിഞ്ഞു, നിങ്ങളുടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന്റെ വിഭ്രാന്തിയാണ് നിങ്ങൾ ഡൽഹിയിൽ കാണിക്കുന്നത്. ശരി 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 ഒരു നിമിഷം ഷാഫിക്ക് ഒരു അവസരം. ശ്രീ ആനത്തലവട്ടം, ഷാഫി താങ്കൾക്ക് മറുപടി പറയാം. അല്ല, എനിക്ക് 2 മറുപടി പറയാനുണ്ട്. ഒന്ന്, അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി എന്തോ പേടിച്ചു ഓടുകയാണെന്നുള്ള തരത്തിലൊക്കെ സ്മൃതി ഇറാനി പറഞ്ഞു, ശ്രീ ഗോപാലകൃഷ്ണൻ അതൊക്കെ ഇവിടെ കോട്ട് ചെയ്ത് പറയുണ്ടായി. രാജ്യത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് ഇലക്ഷനായിരുന്നു 2014. ആ 2014 1 ലക്ഷത്തിലധികം വോട്ടിനാണ് അമേഠിയിൽ ജയിച്ചത്. 19,000 വോട്ട് BSP കാൻഡിഡേറ്റ് നിന്ന് പിടിച്ചു. 10-25,000-ലധികം വോട്ട് ആം ആദ്മി പാർട്ടിയുടെ കാൻഡിഡേറ്റും പിടിച്ചിട്ടാണ് അന്ന് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് ഉണ്ടായിട്ടും
അവിടെ 1 ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ചത്. ഇപ്പോൾ ഞങ്ങൾക്കെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഇല്ല. സ്റ്റേറ്റിലും അതുപോലെ തന്നെ രാജ്യത്തും അവിടെ ഭരിക്കുന്നത് ഞങ്ങളല്ല. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നെഗറ്റീവ് സാഹചര്യങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല. ഞങ്ങളുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഏറ്റവും ബെറ്റർ ആണ് എന്നുള്ളത് യോഗി ആദിത്യനാഥ് രാജിവെച്ച സ്വന്തം ലോക്സഭാ സീറ്റിൽ തന്നെ വലിയ ഭൂരിപക്ഷത്തോടെ അവിടെ BJP വിരുദ്ധ കക്ഷികൾ ജയിക്കുന്ന ചിത്രത്തിലൂടെ തെളിഞ്ഞതാണ്. ഒന്നാമത്തെ കാര്യം. അപ്പം ആരെയും പേടിച്ചോടേണ്ട ആളുകളോ പേടിച്ചോടുന്ന ആളുകളോ അല്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അല്ല. ഞാൻ ഒരു കാര്യം ബഹുമാനപ്പെട്ട വേണു ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന രണ്ടാമത്തെ ഒരൊറ്റ സീറ്റിൻ്റെ പേരിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ നെറേറ്റീവ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും കേൾക്കുന്നവരുമായിട്ടുള്ള ആർക്കും വേണ്ട. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ BJPക്കെതിരായിട്ടുള്ള യുദ്ധം നയിച്ചത് രാഹുൽ ഗാന്ധി തനിച്ച് തന്നെയാണ്. ആ യുദ്ധമാണ് കോൺഗ്രസ് ജയിച്ചതും. ആ ജയിച്ച യുദ്ധത്തിൻ്റെ പേരിൽ തന്നെയാണ് വീണ്ടും രാജ്യത്ത് ഒരു മതേതര ഗവൺമെൻറ് അധികാരത്തിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്കും നയിക്കുന്ന നിങ്ങൾക്കും കേൾക്കുന്ന ആളുകൾക്കൊക്കെ തോന്നാനായിട്ട് തുടങ്ങിയത്. ബഹുമാനപ്പെട്ട ആനത്തലവട്ട ആനന്ദൻ ചോദിച്ചു, അദ്ദേഹം 2 ചോദ്യം ചോദിച്ചു. ഒന്ന്, ഞങ്ങൾ ഇതേവരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ആ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഒരു മറുപടി ആലോചിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ മുഖ്യ ശത്രു ആരാണെന്ന് ചോദിക്കുന്നു. ഞങ്ങളുടെ മുഖ്യ ശത്രു ആരാണെന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? അത് BJP അല്ലാതെ മറ്റാരാണെന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഞങ്ങൾ ഇനി CPM-നെ മുഖ്യ ശത്രുവായിട്ട് എടുത്തിട്ട് ഞങ്ങൾ എവിടെയാണ് ഫൈറ്റ് ചെയ്യുക? ബംഗാളിലെ CPM-ൻ്റെ അവസ്ഥ എന്താ? ത്രിപുരയിലെ CPM-ൻ്റെ അവസ്ഥ എന്താ? അപ്പം ഞങ്ങളുടെ മുഖ്യ ശത്രുവും ഞങ്ങളുടെ ഫോക്കസും ഒന്നും ഒരു സെക്കൻഡ് സീറ്റ് രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിൽ ഒരിടത്ത് വന്ന് മത്സരിക്കുന്നതിൻ്റെ പേരിൽ നഷ്ടപ്പെടില്ല എന്നുള്ള ഞങ്ങൾക്കറിയാം. ഇവിടെ BJPയെ താഴെ ഇറക്കുക എന്നുള്ളത് കോൺഗ്രസ് ഇല്ലാതെ സാധിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ശ്രീ ആനത്തലവട്ടം പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന് ഡൽഹിയിൽ പിണറായി വിജയൻ കാണാൻ പോയപ്പോൾ കോൺഗ്രസ് ഇല്ലാത്തൊരു ബദലിനെ സംബന്ധിച്ച് ആലോചിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്താ? രാജ്യത്തെ എല്ലാ ജനങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായി കർഷകരുടെ വായ്പ എഴുതി തള്ളുന്നു കോൺഗ്രസ് പറഞ്ഞപ്പോൾ പാലിച്ചതുപോലെ, തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതുപോലെ, വിവരാവകാശ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതുപോലെ, വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നതുപോലെ ഇന്ന് മോഡി സർക്കാർ രാജ്യത്തെ 15 ധനാഢ്യന്മാരുടെ മാക്സിമം വരുമാനം ഉറപ്പിക്കുമ്പോൾ ബാക്കി വരുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഒരു മിനിമം വരുമാനം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉറപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് ഏറ്റവും നെഗറ്റീവായി പ്രതികരിച്ചതാരാ? കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞ് അതൊക്കെ പല പരിഹാസ്യമായ അവകാശവാദങ്ങളാണ്. ഇതിനു മുമ്പും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പറഞ്ഞു ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ CPM BJP പക്ഷമാണ്, CPM-നകത്തെ BJP പക്ഷമാണ് പലപ്പോഴും കേരളത്തിലെ CPM. അവർക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നെറേറ്റീവിനെ സംബന്ധിച്ചും രാഹുൽ ഗാന്ധി തന്നെ ഈ പോരാട്ടം വേറെ എവിടെയെങ്കിലും പോയി നയിക്കണമെന്നൊക്കെ പറയുന്നതിന് കാരണം ഇനി ഇവിടെ എങ്ങാനും വന്ന് മത്സരിച്ചാൽ ചിഹ്നം നിലനിർത്താനുള്ള പോരാട്ടത്തിൽ താഴെ പോകുമെന്നുള്ള പേടിയില്ല. ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന നിലക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി CPM-ഉമായിട്ട് നടത്തുന്നത് ഒരു സൗഹൃദ മത്സരമല്ല. 19-24 വയസ്സുള്ള ഞങ്ങളുടെ ചെറുപ്പക്കാരെ കൊന്നു തള്ളുന്ന ഫാസിസം, ഒരിടത്ത് വർഗീയ ഫാസിസം ആണെങ്കിൽ മറ്റിടത്ത് രാഷ്ട്രീയ ഫാസിസം, ഇതിനെ എതിർക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന നിലക്ക് KPCC-ക്ക് ഉണ്ട്, കേരളത്തിലെ പാർട്ടിക്കുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ അല്ലാണ്ട് തന്നെ ആ ഫൈറ്റ് മുന്നോട്ട് വെക്കാൻ തയ്യാറാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരു സീറ്റിൽ മത്സരിക്കുന്ന ആ സീറ്റിൽ ആരാണ് എതിരാളി എന്നുള്ളത് നോക്കിയിട്ട് മാത്രമാണോ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് ഫിക്സ് ചെയ്യുന്നത്? രാഹുൽ ഗാന്ധി എത്ര ബ്രോഡായിട്ടാണ് ഈ ഫൈറ്റിനെ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിട്ടുള്ളത്? ഈ ഫൈറ്റിനെ കഴിഞ്ഞ 5 വർഷമായിട്ട് കൊണ്ട് നടത്തുന്ന, കോംപ്രമൈസ് ഇല്ലാതെ കൊണ്ട് നടത്തുന്ന രാജ്യത്തെ നേതാവ് രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരാണ്? അപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഈ നറേറ്റീവിനെ ഒരു വയനാട് സീറ്റിലേക്ക് മാത്രം ചുരുക്കി ചർച്ച ചെയ്തിട്ട് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന വിശാലമായ ഒരു പോരാട്ടത്തിന്റെ ഗ്രേസ് ചർച്ചകളിലൂടെ കളയാമെന്ന് ആരും ധരിക്കേണ്ടതില്ല. അത് CPM എത്ര ആശങ്ക മുന്നോട്ട് വെച്ചാലും പിണറായി വിജയൻ എത്ര കമന്റ് പറഞ്ഞാലും ഞങ്ങളുടെ ഫൈറ്റ് BJPക്കെതിരായിട്ട് തന്നെയാണ്. ആ ഫൈറ്റ് കോൺഗ്രസ് തന്നെയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഞങ്ങൾ അതിനകത്ത് വിജയിക്കുകയും ചെയ്യും. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്.